SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഈ NSSന്റെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ സുകുമാരൻ നായരും ചേർന്ന് നടത്തിയ ചില പ്രസ്താവനകൾ കേരള സമൂഹം ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന ഈ സമയത്ത് അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ SNDP യോഗത്തിൻ്റെ ഒക്കെ മുൻ ഭാരവാഹികളും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയൊക്കെ സജീവ പ്രവർത്തകരുമായിട്ടുള്ള ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് എത്തിയത്. പണ്ടൊരിക്കൽ നായരീഴവ ഐക്യം പറഞ്ഞ് ഞങ്ങൾ രാമലക്ഷ്മണന്മാരായിട്ട് യോജിച്ച് നീങ്ങാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്നപ്പോൾ ഫലിതപ്രിയനായ അഴിക്കോട് മാഷ് പറഞ്ഞ ഒരു വാചകം ഓർമ്മ വരുന്നുണ്ട്. അത് മണ്ണാങ്കട്ടയും കരിയിലയും കൂടി തീർത്ഥയാത്ര പോയതിൻ്റെ അനുഭവമായിരിക്കും എന്ന് അദ്ദേഹം വന്ന് പറഞ്ഞ് ഒരു വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു. ആദ്യത്തെ കാറ്റിന് കരികില പറന്നു പോവും, ചാറ്റൽ മഴയ്ക്ക് മണ്ണാങ്കട്ട അലിഞ്ഞും പോകും എന്ന് പറഞ്ഞ അഴിക്കോട് മാഷിൻ്റെ ഫലിതം ഞങ്ങളെല്ലാവരും ശരിക്കും ആസ്വദിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ ഈ വീണ്ടും കൂടിച്ചേരലും മറിച്ചൊരു അന്ത്യത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല. അതിൻ്റെ പിന്നിൽ പല അജണ്ടകളാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒന്നാമതായിട്ട് SNDP യോഗത്തിന് ചരിത്രപരമായിട്ടുള്ള ഒരു അജണ്ടയാണ് അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഐക്യം. അതിലൂടെ സാമൂഹ്യനീതിയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അധികാരം അധസ്ഥരിലേക്കും കൂടി എത്തിക്കുവാനുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്നുള്ളതും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ എക്കാലത്തെയുമായ സുവിദിതമായ ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇതിൻ്റെ മഹാരഥന്മാരായ വലിയ നേതാക്കൾ ഈ പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലക്ഷ്യങ്ങളെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങളെ കരിമ്പടം പുതപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നീക്കവും SNDP യോഗത്തിനോ ശ്രീനാരായണ സമൂഹത്തിനോ സ്വീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. എല്ലാ ഐക്യത്തെയും നമ്മൾക്ക് സ്വാഗതം ചെയ്യാം. സമൂഹങ്ങളും ജനവിഭാഗങ്ങളും തമ്മിലുള്ള ഐക്യം അത് സൗഹാർദ്ദത്തിൻ്റെതായ വർദ്ധിച്ച അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിനൊക്കെ വളരെ നല്ലതാണ്, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യാം. പക്ഷേ SNDP യോഗത്തിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ടകളെ ബലി കൊടുത്തുകൊണ്ടുള്ള ഒരൈക്യവും ശ്രീനാരായണ സമൂഹത്തിന് സ്വീകാര്യമാവുകയില്ല. SNDP യോഗം അത്തരത്തിലുള്ള ഒരു പാതയിലൂടെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ ഓർമ്മപ്പെടുത്തുവാനും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഇങ്ങനെ ഒരു ഐക്യത്തിന് എന്തുകൊണ്ട് മിസ്റ്റർ സുകുമാരൻ നായരും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും കോപ്പ് കൂട്ടുന്നു എന്നതിനെക്കുറിച്ച് കൂടി ഒരു ചിന്ത പങ്കുവയ്ക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, സുകുമാരൻ നായർ അദ്ദേഹവും വെള്ളാപ്പള്ളി അദ്ദേഹവും രണ്ടുപേരും ഏതാണ്ട് സമാനമായ നിയമക്കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അവരുടെ നേതൃസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ബൈലോ പ്രകാരവും അതുപോലെ തന്നെ ഈ രാജ്യത്തെ കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരവും അവരുടെ നില വളരെ ആശങ്കാജനകമാണ്. അതൊക്കെ സംബന്ധിച്ച് ധാരാളമായ കേസുകൾ കേരള ഹൈക്കോടതിയിലും അതുപോലെ സുപ്രീം കോടതിയിലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് തന്നെ അതിൽ ചില കേസുകൾ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചിൽ വാദത്തിന് വരുന്നുണ്ട്. വാദം നടക്കുമോ എന്നറിയില്ല. ഏതായാലും രണ്ടുപേരും ഈ വിഷയത്തിൽ തുല്യ ദുഃഖിതരാണ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കും. കമ്പനി നിയമത്തിൻ്റെ വ്യവസ്ഥയോ കേരള
നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ടിൻ്റെ വ്യവസ്ഥകളോ ഈ രണ്ട് നിയമത്തിൻ്റെയും വ്യവസ്ഥകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഏതാണ്ട് 2 ദശകങ്ങളായിട്ട് ഈ രണ്ട് സ്ഥാപനങ്ങളും 2 വ്യവസ്ഥാപിത സ്ഥാപനങ്ങളും 2 സംഘടനകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് SNDP യോഗത്തിൻ്റെ അത്തരത്തിലുള്ള പോക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളിൽ പലരും വ്യവഹാരങ്ങൾ ഹൈക്കോടതിയിലായിട്ടും സിവിൽ കോടതികളിലായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. NSSൻ്റെ അത്തരത്തിലുള്ള പോക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ട് NSSൻ്റെ മുൻ വൈസ് പ്രസിഡന്റും അതുപോലെ ഒരു മുൻ രജിസ്ട്രാറും ഉൾപ്പെടെയുള്ള സമ്മതിതരായ നേതാക്കൾ ഹൈക്കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്ത് അതും കോടതിയുടെ പരിഗണനയിലിരിക്കുക. ഈ 2 നിയമപ്രകാരം പാലിച്ചിരിക്കേണ്ട വ്യവസ്ഥകൾ പാലിക്കാതിരിക്കുന്നതിന് സാധൂകരിക്കപ്പെടാവുന്ന ഒരു ന്യായീകരണവും കോടതിയിൽ നിരത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. പക്ഷേ ജുഡീഷ്യൽ സംവിധാനത്തിൽ ഉണ്ടാകുന്ന കാലതാമസത്തിൻ്റെയൊക്കെ ഒരു ബലം, പിന്നെ അധികാരസ്ഥാനത്തിരിക്കുന്ന ഗവൺമെൻറ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ യഥാസമയം സ്വീകരിക്കാൻ കാണിക്കുന്ന വിമുഖത, ഇതിനെയും മുതലെടുത്തുകൊണ്ടാണ് ഈ കേസുകളെല്ലാം കുറേയെല്ലാം ഇങ്ങനെ ദീർഘിച്ചു പോകാൻ കാരണമായിട്ടുള്ളത്. ബട്ട് ഇപ്പോൾ അറ്റ് ദിസ് സ്റ്റേജ് ഏറെക്കുറെ ദ സിറ്റുവേഷൻ ഹാസ് റീച്ച് ദ ബ്രിങ്ക്. ഇറ്റ് ഇസ് അറ്റ് ദ ബ്രിങ്ക് ഓഫ് ദ പ്രിസിപ്പിസ്. മലയുടെ മുകളിലെത്തിയിരിക്കുന്നു. ഇനി മൂവ് ചെയ്യാനായിട്ട് അധികം ഇടമില്ല. ഇനി ഗർത്തത്തിലേക്ക് പതുക്കിയല്ലാണ്ട് വരെ മാർഗമില്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാം. ആ സാഹചര്യത്തിലാണ് എന്നെനിക്ക് തോന്നുന്നു ഈ തുല്യധികരായിട്ടുള്ള 2 നേതാക്കന്മാരും കൂടി ഇങ്ങനെ ഒരു ഐക്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി ആലോചിച്ചത് എന്നെനിക്ക് തോന്നുകയാണ്. മറ്റൊന്ന്, ഇവിടെ ഇന്ന് LDF ഗവൺമെൻറ്റിൻ്റെ അമിതമായ സംരക്ഷണം, അത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംരക്ഷണം തുടർന്നും ലഭിക്കുവാൻ അവസരമുണ്ടാകേണ്ടത് അവർക്ക് അനിവാര്യമാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം സിവിൽ കേസുകൾക്കപ്പുറം ക്രിമിനൽ നടപടികൾ ഉൾക്കൊള്ളുന്ന, ക്രിമിനൽ കുറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ധാരാളമായിട്ടുള്ള കേസുകൾ, അതിൻ്റെയൊക്കെ പലവട്ടം അത് മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽ വരികയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അങ്ങനെയുള്ള കേസുകൾ പലതായിട്ട് കോടതിയിലെത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അമിതമായിട്ടുള്ള സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ വിവിധ കോടതികളായി ഫയൽ ചെയ്യേണ്ട ഡസൻ കണക്കിന് കേസുകൾ അന്വേഷണ ഏജൻസികൾ പൂർത്തിയാക്കി കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നു. പക്ഷേ ആ കുറ്റപത്രങ്ങൾ കോടതിയിലേക്ക് എത്തില്ല. 124 കേസുകൾ ഉണ്ടെന്നാണ് എൻ്റെ സുഹൃത്ത് ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ മധുസൂദൻ സൂചിപ്പിക്കുന്നത്. 124 കേസുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു കോടതിയിൽ നിന്ന് വേറൊരു കോടതിയിലേക്ക് എല്ലാ കോടതിയിലും വരും ഫലത്തിൽ. പിന്നെയുള്ള ഒരു കേസ് ദാറ്റ് ഈസ് വെരി 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 ക്രിട്ടിക്കൽ. അത് സുപ്രീം കോടതിയിലെ ഒരു സ്റ്റേ, എല്ലാ ഘട്ടവും കഴിഞ്ഞു, സുപ്രീം കോടതിയിലെ ഒരു സ്റ്റേയിൽ നിൽക്കുക. അത് രസമുള്ള കേസാണ്. കൊല്ലം SN കോളേജിൻ്റെ ജൂബിലി ആഘോഷത്തിൽ അവിടെ ഒരു ജൂബിലി മെമ്മോറിയൽ ലൈബ്രറിയും റിസർച്ച് സെൻ്ററും ഒക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് കുറേ ഫണ്ട് സമാഹരിച്ചു. അങ്ങനെ സമാഹരിച്ച ഫണ്ട് കൊല്ലത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എക്സ്റ്റൻഷൻ കൗണ്ടറിൽ നിക്ഷേപിച്ചത് ഇനത്തിൽ ഏതാണ്ട് 60 lakhs of rupees. ആ പണം അവിടെ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ചെക്ക് എഴുതി അവിടെ നിന്ന് വാങ്ങിയെടുത്തിട്ടുണ്ട്. അത് കണക്കിൽ വന്നിട്ടില്ല. അത് എന്ത് ചെയ്തു എന്ന് ഒരിടത്ത് ഒരു രേഖയും കാണാനില്ല. അത് സംബന്ധിച്ച് 2004 കൊല്ലം കോടതിയിൽ കൊടുത്ത കേസാണ്, മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത കേസാണ്. 3 DYSPമാർ അന്വേഷിച്ച് 3 പേരും അന്വേഷിച്ചിട്ട് പറഞ്ഞു ഈ കുറ്റം തെളിയുന്നില്ല എന്ന് പറഞ്ഞു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് റെഫർ ചെയ്യാനായിട്ട് തെളിയാത്ത കുറ്റങ്ങളുടെ പട്ടികയിലേക്ക് അല്ലെങ്കിൽ തെളിവില്ലാത്ത കുറ്റങ്ങളുടെ പട്ടികയിലേക്ക് പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ പരിശോധിക്കുന്ന മജിസ്ട്രേറ്റുമാരെല്ലാവരും പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഒക്കില്ലല്ലോ, പണം വിഡ്രോ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പുനരന്വേഷണം, വീണ്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടുന്നു. അവസാനം 3ാമത്തെ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു മജിസ്ട്രേറ്റ് വളരെ വിശദമായി ഖണ്ഡിതമായിട്ട് എഴുതി ഇത് കുറ്റം തെളിയുന്നില്ല എന്ന് പറയുന്നതിൽ അംഗീകരിക്കാൻ കഴിയില്ല.
because there is evidence of the money having been withdrawn. So money entrusted with the trustee, there must either be the money in the account or there must be the account of the expenses എന്ന് പറഞ്ഞു. അത് കുറ്റപത്രം ഉടനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി ചെന്നു. ഹൈക്കോടതി ആ ഉത്തരവ് ശരിവച്ചിട്ട് പറഞ്ഞു, ഇത് എന്താണ് ഇങ്ങനെ, എങ്ങനെയാണ് കുറ്റമില്ലാതാകുന്നത്, പോയി ജാമ്യം എടുത്തോളാൻ പറഞ്ഞു. കുറ്റപത്രം ഉടനെ കൊടുക്ക്. കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പോയി ജാമ്യം എടുക്കാൻ വേണ്ടി കോടതിയിൽ ഹാജരാകാനുള്ള തീയതി ഉൾപ്പെടെ നിശ്ചയിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവിട്ടു. പിന്നെ വേറെ മാർഗമില്ലാങ്ങിട്ട് അപ്പോൾ എന്ത് ചെയ്തു, പോലീസ് ചെയ്തു കൊടുത്തിരിക്കുന്ന സംരക്ഷണം കാണണം, നിങ്ങളൊക്കെ അറിയണം. ഇങ്ങനെ ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത്, അതായത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഭാഗത്തു നിന്ന് ഇതിൽ കൂടുതലായിട്ട് കുറച്ച് തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. കേസിലെ പ്രതി ചില വിശദീകരണങ്ങൾ തന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് പ്രതി കോടതിയിൽ വരികയല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സൈഡിൽ നിന്നും ഒരു അപേക്ഷ വരുന്നു. അത് തള്ളി. അതുമേൽ വീണ്ടും ഹൈക്കോടതിയിൽ വന്നു, അവിടെയും തള്ളി. ഇപ്പോ ആ തള്ളിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ 2025 വെക്കേഷൻ തുടങ്ങുന്ന സമയത്ത്, സമ്മർ വെക്കേഷൻ തുടങ്ങുന്ന ലാസ്റ്റ് ദിവസം തിരക്കിനിടയിൽ ഒരു ഹർജി ഫയൽ ചെയ്ത് അതുമേലൊരു സ്റ്റേ സമ്പാദിച്ച് അതിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. അത് അഴിയെണ്ണൽ വേണ്ടിവരും എന്ന് SNDP യോഗത്തിൻ്റെ കസേരയിൽ, ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ എനിക്ക് വിമുഖതയുണ്ട്. കാരണം ദീർഘകാലം ആ പ്രസ്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളിലും ഏറ്റവും മുന്നിലുള്ള നേതൃനിരയിലുമൊക്കെ നിന്ന് പ്രവർത്തിക്കുവാൻ നിയോഗമുണ്ടായ ഒരു എളിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഐ ഡോണ്ട് വാണ്ട് ടു സേ ദാറ്റ്, ബട്ട് ദ ഇൻഎവിറ്റബിൾ തിങ് ഈസ് ഫേസിങ് സ്റ്റാർക്കി. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പം ഈ അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പെട്ടിരിക്കുന്ന SNDP യോഗത്തിൻ്റെ നേതാവ് NSSൻ്റെ നേതൃത്വത്തിൻ്റെ പോക്ക് നിയമപരമായിട്ടല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മുൻ ഭാരവാഹികളായിട്ടുള്ള ചില വ്യക്തികൾ കൊടുത്തിരിക്കുന്ന വ്യവഹാരം, ഇതെല്ലാം കൂടി കൺവേർജ് ചെയ്ത് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ സജീവമായിട്ടിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ വാദം നടക്കാം, അതിന്മേൽ എന്തെങ്കിലുമൊക്കെ ഉത്തരവുണ്ടാകാം. അങ്ങനെ വന്നാൽ പിന്നെ അതുകൂടെ നിങ്ങൾ അറിയണം, കമ്പനി നിയമപ്രകാരം അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിന്മേൽ ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ കമ്പനിയുടെ നടത്തിപ്പ് സംബന്ധിച്ച്. അപ്പൊ ഇൻ കേസ് എന്തൊരു ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഇവർക്ക് ആർക്കെങ്കിലും ആ സ്ഥാനത്തിരിക്കുന്നവർക്ക് വന്നാൽ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തെ, ഈ രണ്ട് സ്ഥാപനങ്ങളെ സംബന്ധിച്ച്, രണ്ട് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് ആണ്. കേരള ഗവൺമെന്റിന് ചില പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഭരണത്തിന് ആവശ്യമായ ഡയറക്ടേഴ്സിനെ നിയോഗിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുവാൻ അധികാരം നൽകുന്ന വകുപ്പുകളുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധിയിൽ ചെന്ന് പെട്ടാലും രണ്ടാൾക്കും ഭരിക്കുന്ന ഗവൺമെന്റിൻ്റെ സംരക്ഷണം അനിവാര്യമായിട്ട് വരും. അപ്പം അങ്ങനെ ഇതെല്ലാം കണ്ടതുകൊണ്ട് അല്പം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ഉള്ള ഒരു നിലപാടാണ് ഇപ്പോൾ രണ്ടുപേരും കൂടെ യോജിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ പിന്താങ്ങുക. അടുത്ത ഭരണത്തിലേക്കും ഈ ഗവൺമെന്റ് വന്നാൽ പിന്നെ ഒരു 5 കൊല്ലക്കാലത്തേക്ക് കൂടി ഈ കാര്യങ്ങളെല്ലാം കോടിച്ചോറയിൽ വെക്കാൻ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഒരു 5 കൊല്ലം കൂടി ആകുമ്പോഴത്തേക്കും കമ്പനി നിയമത്തിൽ പ്രായവ്യവസ്ഥയൊന്നും ഇല്ലെങ്കിലും പിന്നെ തുടരുക എന്ന് പറയുന്നത് സാമാന്യ രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അതിനു വേണ്ടിയിട്ടും ഒരു മാർഗം കണ്ടുപിടിച്ചിരിക്കുക, ഒരു ടാർഗറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഈ യോജിപ്പിനുള്ള ഒരു ടാർഗറ്റ്. ആ ടാർഗറ്റായിട്ട് കണ്ടിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ, മുസ്ലിം ലീഗിനെയുമാണ്. മുസ്ലിം ലീഗിനെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ഒരു ടാർഗറ്റാക്കി കണ്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പൂരകമായ അജണ്ടകൾക്ക് പാത തെളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യത്നം. പണ്ടൊരു സമയത്ത് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ വന്നു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്ന ചില വാചകങ്ങളുണ്ട്. അത് ക്രിസ്ത്യൻ സമൂഹത്തിനെ ടാർഗറ്റ് ആക്കിക്കൊണ്ടായിരുന്നു. ഈ നാടിൻ്റെ വിഭവങ്ങളെല്ലാം
ക്രിസ്ത്യാനികൾ കൊണ്ടുപോവുക ആണ്. അതുകൊണ്ട് ഈഴവർക്ക് ഒന്നും കിട്ടുന്നില്ല, കാൽക്കാശിന് വകയില്ല, ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിലാപങ്ങൾ ധാരാളമായിട്ട് ആവർത്തിച്ച് അദ്ദേഹം പറയുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ടാർഗറ്റ് ഒന്ന് മാറ്റി ആ ടാർഗറ്റിൻ്റെ പോയിന്റിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ആകെ കുഴപ്പമുണ്ടാക്കുന്നത്. നായന്മാരും ഈഴവരും കൂടിയുള്ള വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾ, യോജിപ്പില്ലായ്മ, ഇതിൻ്റെയൊക്കെ കാരണം മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ ഒരു കൂട്ടായ്മ, മുസ്ലിം ലീഗ്, മുസ്ലിം കമ്മ്യൂണിറ്റിയെ പൊതുവായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം, ആ പ്രചരണത്തിൻ്റെ മറവിൽ ഈ ഒരു ഹിന്ദു കൺസോളിഡേഷൻ, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയിലുമൊക്കെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കിയെടുക്കാമെന്നും ആ കൺസോളിഡേഷനെ ഒരുപക്ഷെ ഇന്നത്തെ ഭരണപക്ഷത്തിന് പ്രയോജനകരമായി തിരിക്കാം എന്നും ഉള്ള ഒരു കണക്കുകൂട്ടലാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ന്യായമായി സംശയിച്ചാൽ അതിന് കുറ്റം പറയാനായിട്ട് പറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഈ വെള്ളാപ്പള്ളിയുടെ ഈ പൂഴിക്കടകൻ പ്രയോഗം കേരള സമൂഹത്തിൽ തെല്ലും ഏശാൻ പോകുന്നില്ല. ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു പ്രതിഫലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ കേരളത്തിൻ്റെ മണ്ണിൽ ജനിച്ച് ഇതിൻ്റെ ചൂടും ചൂരും അറിഞ്ഞ് വളർന്നു വന്ന ഒരു സമൂഹം അവിടെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു 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 എന്താ ചരിത്രബോധമില്ലാത്ത വ്യക്തികളുടെ ജൽപ്പനങ്ങൾ, ആ ജൽപ്പനങ്ങൾക്കൊന്നും ചെവി കൊടുക്കാനോ ആ ജൽപ്പനങ്ങൾ കേട്ട് സ്വാധീനിക്കപ്പെടാനോ അതിന് വശംവദരാകാനോ പോകുന്ന ഒരു സമൂഹമല്ല. കാരണം ഈ മണ്ണിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന രീതിയിലുള്ള ആ വലിയ മന്ത്രങ്ങൾ, അതിൻ്റെ സ്വാധീനം ഈ മണ്ണിലും ഇവിടുത്തെ വായുവിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇവിടെ ജനിച്ചു വീഴുന്നവനും അത് ഏത് മതത്തിലും ഏത് ജാതിയിലും പെട്ടവനായാലും അവനറിയാതെ തന്നെ ഈ തത്വങ്ങൾ, ഈ സംസ്കൃതി അവൻ്റെ എല്ലാം രക്തത്തിലും വായുവിലും കൂടി അവൻ ആഗീകരിക്കുന്നുണ്ട്. അവൻ അങ്ങനെ ആഗീകരിച്ച ആ സംസ്കാരം ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളെ പ്രതിരോധിക്കാൻ വളരെ പര്യാപ്തമാണ് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് വെള്ളാപ്പള്ളിയെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്നോ രണ്ടോ പൂഴിക്കടകം കൊണ്ടൊന്നും ഈ കേരള സമൂഹത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് കഴിയില്ല. അത് പല ജനവികാരം പ്രതിഫലിക്കുന്ന പല തെരഞ്ഞെടുപ്പുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇവിടെ LDF ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈഴവ സമൂഹത്തോട് കാണിക്കുന്ന കൊടിയ വഞ്ചനയാണ്. ഈ സമൂഹത്തിന് ഒരു വലിയ തീരാനഷ്ടങ്ങൾ, ഈ സമൂഹത്തിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതോടൊപ്പം ഈ സമൂഹത്തിന് തീരാനഷ്ടങ്ങൾ വരുത്തി വെക്കുന്ന വിധത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈ SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് അനാവശ്യമായിട്ടുള്ള സംരക്ഷണ രംഗത്തിൻ്റെ കവചം ഒരുക്കിക്കൊണ്ടിരിക്കുക.